ഭാഷ പഠിക്കലുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ തീരില്ല, അത്രയും കൊണ്ട് പറയാം. ഞാൻ കമൻറ്റ് ബോക്സിൽ വലിയൊരു കമൻറ്റ് കൊടുക്കുക. നിങ്ങൾ വായിക്കാൻ കഴിവുള്ള ആളുകൾ, വായിക്കുന്ന ആളുകൾ, ശീലമുള്ള ആളുകൾ വായിക്കുക. വായിക്കുന്ന ഏറ്റവും നല്ലത്. അതുപോലെ അതിൻ്റെ ചെറിയ ഗുണങ്ങൾ, ഭാഷ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ ചില ഗുണങ്ങൾ ഞാൻ പറയാം. മാനസികവും ബുദ്ധിപരവുമായ വളർച്ച ഉണ്ടാകും ഭാഷകൾ പഠിക്കുന്നതുകൊണ്ട്. വ്യത്യസ്തമായ ഭാഷകൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ കഴിവുകളും വർദ്ധിക്കും. ഇപ്പോൾ നമുക്ക് മൾട്ടി ടാസ്കിങ് വരെ ഉണ്ടാകും. അതായത് 2 കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ട കഴിവ് ഭാഷ പഠിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വ്യത്യസ്തമായ ഭാഷ പഠിക്കുക. അതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി, ഒരുപാട് അവസരങ്ങളുണ്ടാകും ഭാഷകൾ പഠിക്കുന്നതുകൊണ്ട്. നിങ്ങൾ നോക്കൂ, ചില ആളുകൾ സ്റ്റേജിലൊക്കെ വന്നവന് ഒന്നും അറിയില്ല, അവന് ഭാഷ മാത്രം അറിയാം. വലിയ ഡിഗ്രീൻ്റെ മുകളിൽ ഡിഗ്രി ഒന്നുമില്ല, പക്ഷേ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ആൾ വരുന്നുണ്ട്, ഒരു ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കുന്നത്. അപ്പോൾ ഈ മലയാളിയായ ആൾ മനുഷ്യനായിരിക്കും തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര മൾട്ടി ടാസ്കിങ് ഉണ്ടാവും, ഭയങ്കര കഴിവുണ്ടാവും. അത് ശ്രദ്ധിച്ച് കേൾക്കാനും അതനുസരിച്ച് പറയാനും ഒക്കെ കഴിവുള്ള ആളുകൾ നമ്മൾ പറയാറില്ലേ. അതുപോലെ മൾട്ടി ടാസ്കിങ് ഭാഷ പഠിക്കുന്നതുകൊണ്ട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ഭാഷ പഠിക്കുക. ഓപ്പർച്യൂണിറ്റി, ഒരുപാട് അവസരങ്ങളുണ്ട് ഭാഷ പഠിക്കുന്നത് കൊണ്ട്. ഇപ്പോൾ ഹിന്ദി പഠിച്ച ആൾക്ക് അതനുസരിച്ചിട്ട് ഒരു അവസരമുണ്ട്. അറബി പഠിച്ചാൽ അതനുസരിച്ച് അവസരമുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അറബി പഠിച്ചാൽ ഭയങ്കര വാല്യൂ ഉണ്ടാവും, ഒരു വിലയുണ്ടാവും. നമുക്കൊരു സ്ഥാപനത്തിൽ പോകുമ്പോൾ എനിക്ക് അറബി ഭാഷ അറിയാം എന്ന് പറയാം. അതുപോലെ ഇംഗ്ലീഷ്, ചില സ്ഥലത്ത് ഭയങ്കരമായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റേതായ വിലയുണ്ടാവും, ശമ്പളത്തിൽ വർധനമുണ്ടാവും, ജോലിയിൽ വർധനമുണ്ടാവും. ബിസിനസ് ആളുകൾക്കാണെങ്കിൽ നിർബന്ധം നിങ്ങൾ ഭാഷ പഠിക്കുക എന്നത്. ബിസിനസ് വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഭാഷ പഠിക്കണം. മറ്റുള്ള കോമൺ ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള ബിസിനസ്സുകളാണല്ലോ ഇന്ന് നടത്തുന്നത്. അപ്പോൾ ഭാഷ പഠിക്കുക എന്നത് വളരെ അനുയോജ്യമായ ഘടകമായി മാറിയിരിക്കുകയാണ് ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നത്. അതുപോലെ അറബി പഠിക്കുക, തമിഴ് പഠിക്കുക, ഹിന്ദി പഠിക്കുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതുപോലെ ഭാഷ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ എന്തെങ്കിലും 10 ക്ലാസ് കേട്ടേം കൊണ്ടോ, ഈ പ്രത്യേകിച്ച് ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ പരസ്യമൊക്കെ കണ്ടാതൊന്നും നമ്മളിപ്പോൾ 1 മാസം കൊണ്ട് പഠിച്ചൊന്നുമില്ല. 1 മാസം 2 മാസം കൊണ്ട് ഒരു കോഴ്സ് നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യണം. വായിക്കലല്ല ഇംഗ്ലീഷ് പഠനം, പറയലല്ല ഇംഗ്ലീഷ് പഠനം, കേൾക്കലല്ല ഇംഗ്ലീഷ് പഠനം. പ്രാക്ടീസ് നിരന്തരമായി പറയാം. നിരന്തരമായി ആ ഭാഷ തന്നെ കേൾക്കുകയും പറയുകയും സംസാരിക്കുകയും ചെയ്യുക. സംസാരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സംസാരിക്കുക. അതേപോലെ ആത്മവിശ്വാസം വർദ്ധിക്കും. നല്ല കോൺഫിഡൻസ് ഉണ്ടാകും. ആരുടെ മുമ്പിൽ എഴുന്നേറ്റ് സംസാരിക്കേണ്ട ഒരു കോൺഫിഡൻസ് കിട്ടും. ആ ഭാഷ നന്നായി പഠിക്കുമ്പോൾ നമുക്കുണ്ടാകും. കുറച്ച് പഠിച്ചാൽ മതി, പഠിച്ചത് നിങ്ങൾ പറയാം. അപ്പോൾ ബാക്കി കൂടി പറയേണ്ട അവസരം കിട്ടും. ഞാൻ പറയാറില്ല, സാധാരണ 10 പടി 100 പടി കയറാണെങ്കിൽ ഒരു 5-6 പടി കയറി നോക്കാം. അപ്പോൾ ബാക്കിയുള്ള പടി കയറേണ്ട ഊർജ്ജം തനിയെ കിട്ടും. അതേപോലെ യാത്രകൾ മനോഹരമാകും. അത് വലിയൊരു പോയിൻറ്റും കൂടിയാണ് ഇവിടെ ഈ ഒരു ഭാഗം. യാത്രകൾ മനോഹരമാകും. എങ്ങനെയാണ് യാത്രകൾ മനോഹരമായത്? ഭാഷകൾ പഠിക്കുന്നത് കൊണ്ട്. വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുക. ആളുകൾ അവിടെ പോയി അവരെ ലാംഗ്വേജ്, ആ ഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം വേറെ തന്നെ മനസ്സിലാവും. ഇപ്പോൾ കർണാടകയിൽ പോയാൽ ಏನು ಮಾಡಿದು ಎಲ್ಲಿ ಹೋಗೋದು ಎಲ್ಲಿಂದ ಬಂದಿದ್ದು എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം കന്നഡ പറയും, ഹിന്ദി പറയും. നിനക്കേതറിയും ചില ആൾ ചോദിക്കുമ്പോൾ. എനിക്ക് അത്യാവശ്യം കന്നഡ അറിയും, ഹിന്ദി അറിയും, തമിഴ് അറിയും, അത്യാവശ്യം അറബി അറിയും. ഇവിടെ പിടിച്ചേക്കേണ്ട ഹോട്ടലുമായി ബന്ധപ്പെട്ട സകല അറബി അറിയും. ഇപ്പോൾ പുതിയ ഭാഷ ഇംഗ്ലീഷ് അടുത്ത് പഠിച്ചിട്ട് കുറച്ചൊക്കെ അറിയാം, വായിക്കാനും കേൾക്കുമ്പോൾ